ഊട്ടിയിലുള്ള ഡെസ്റ്റിനി ഫാം റിസോർട്ടിലാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ട്രിപ്പ്. അവലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഊട്ടിയിൽ തന്നെ അവലാഞ്ചി എന്ന് പറഞ്ഞ ലേക്കിൻ്റെ തീരത്തുള്ള ഒരു റിസോർട്ടാണ്. ഞങ്ങളെല്ലാവരും കൂടി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യണം. ഭയങ്കര ഓഫ് റോഡ് ഡ്രൈവാണ്. എന്നിട്ട് അവരുടെ ഇങ്ങനെ ഒരു പട്ടാള വണ്ടി ഉണ്ട് കേട്ടോ. ആ പട്ടാള വണ്ടിയിലാണ് എല്ലാവരെയും കയറ്റിയിട്ട് അവർ മോൾക്ക് കൊണ്ടുപോകും. ഒരു 15 മിനിറ്റോളം പോയാലാണ് ഈ റിസോർട്ടിലെത്തുക. ഡെസ്റ്റിനി ഫാം റിസോർട്ടിൽ നല്ല കുലുങ്ങിയുള്ള ഒരു യാത്രയാണ്. ഒരു 15 മിനിറ്റ്. ഈ ഡിസ്കൊക്കെ തള്ളി നിൽക്കുന്നവരും ഗർഭിണികളൊന്നും ഇതിൽ കയറാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഈ റിസോർട്ട് ഒഴിവാക്കുക നല്ലത്. സംഭവം നല്ല അടിപൊളി റിസോർട്ടാണ് കണ്ടോ. ഒരു മലയുടെ ചെരുവിൽ ഇങ്ങനെ ഒന്നായിട്ട് ഉണ്ടാക്കിയേക്കുക. ഇങ്ങനെ തട്ടായിട്ട് നടുക്ക് ഇങ്ങനെ ലേക്ക് കാണാം. കുറേ ടെറസ് ഫാമിങ്ങും കൃഷിയും ഒക്കെ കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ റിസപ്ഷനിൽ കയറുമ്പോൾ നമുക്കൊരു ഹെർബൽ ടീ ആണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയത് കേട്ടോ. ഇങ്ങനെ കുറേ സോഫകളും നല്ല ലെതറിൻ്റെ സോഫയൊക്കെ ഇട്ട് നല്ല ആംബിയൻസിൽ നല്ല ഭംഗിയുള്ളൊരു റിസപ്ഷനാണ് കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ ചെയ്തു കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്. സീസണിനനുസരിച്ച് വേരി ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഈ ഓഗസ്റ്റിലൊക്കെ ഇവിടുത്തെ റേറ്റ് ഒരു 8500 ഒരു ഡബിൾ റൂമിന്. ട്രിപ്പിളൊക്കെ ആണെങ്കിൽ 10,000 അങ്ങനെ ഒരു റേഞ്ചിൽ പോകും. അത്യാവശ്യം നല്ല ഗാർഡനും കുറേ ഏക്കർ കണക്കിന് സ്ഥലം, 20 ഏക്കറായിട്ടാണ് കേട്ടോ അത് സ്ഥലം. ഒരുപാട് സ്ഥലം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ റൂമിലേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കുറേ ഇങ്ങനെ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സിപ്പ് ലൈനിൻ്റെ കയറുണ്ട്. ഈ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ഫ്രീ ആണ്. സിപ്പ് ലൈനൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതുപോലെ കുറേ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. ഈ മലയുടെ മുകളിലേക്ക് കയറലും ഒക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒരു 7 മണിയാകുമ്പോൾ ട്രക്കിംഗ് തുടങ്ങും കേട്ടോ. ആ മലയുടെ മുകളിലേക്ക് ട്രക്കിംഗ് ഉണ്ട്. ഇത് കണ്ടോ, പോണ വഴിയൊക്കെ ഫുള്ള് നല്ല തോട്ടവാഴകളും നമ്മൾ ലില്ലിപ്പൂക്കളൊക്കെ കൊണ്ട് ഫുള്ള് ഭംഗിയാക്കി വെച്ചേക്കുക. ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നുമല്ല, നമ്മൾ സാധാരണ ചെടികൾ കൊണ്ട് തന്നെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആ മലഞ്ചെരുവ് പോലത്തെ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണങ്ങിയ മരങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളെ ഊട്ടിയിൽ സാധാരണ കാണുന്ന യൂക്കാലിപ്സ് മരങ്ങളൊന്നും ഈ അവലാഞ്ചിയിൽ അധികമല്ല. ഇങ്ങനെ കുറേ കോട്ടേജ് ആയിട്ടാണ് കേട്ടോ. ഇങ്ങനെ വുഡൻ ബ്ലോക്സ് കൊണ്ട് ഉണ്ടാക്കിയ കുറേ കോട്ടേജുകൾ. എല്ലാ കോട്ടേജിൽ നമ്മൾ ബുക്ക് ചെയ്ത പേര്, നമ്മുടെ കോട്ടേജിൻ്റെ പേരൊക്കെ ആക്കി എഴുതി വെച്ചിട്ടുണ്ടാകും. റൂം കയറുമ്പോൾ ആദ്യം തന്നെ നല്ല മരത്തിൻ്റെ ഒരു അലമാര കേട്ടോ. ആ അലമാര നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ലോക്കറുണ്ട്. നമുക്ക് പൈസയും അതുപോലെ വാല്യുബിൾസൊക്കെ വെക്കാനുള്ളൊരു ലോക്കറും ഹാങ്ങറുകളും പിന്നെ ഡ്രസ്സ് അലക്കാനിടാനുള്ള കവറും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സോഫ സെറ്റ്, ടീപ്പോയി, പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് ഗ്രേപ്സ് ഓറഞ്ചൊക്കെ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, ഒരു ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആപ്പിൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞതാണ്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇതൊരു ട്രിപ്പിൾ റൂം ആയിരുന്നു കേട്ടോ. ട്രിപ്പിൾ റൂം ആയതുകൊണ്ട് തന്നെ വലിയൊരു ഡബിൾ കോട്ടും പിന്നെ ഒരു സിംഗിൾ കോട്ടും ഉണ്ട്. പിന്നെ ടീ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള കോഫി മേക്കറും പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഉണ്ട്. ബാത്റൂമും ഒക്കെ തന്നെ കേട്ടോ. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. നല്ലൊരു വാഷ് ബേസിനും പിന്നെ ഷവർ ഏരിയയൊക്കെ നല്ല ഗ്ലാസ് വെച്ച സെപ്പറേഷനൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള ടൂത്ത് ബ്രഷും ഒക്കെ ഉണ്ട്. ചീപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്ററീസൊക്കെ അത്യാവശ്യം എല്ലാ ടോയ്ലറ്ററീസും ഉണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടമായത് എനിക്ക് അവിടുത്തെ ബാൽക്കണിയാണ്. നല്ല രസമുള്ളൊരു ബാൽക്കണിയുണ്ട് കേട്ടോ. ആ ബാൽക്കണി ഇങ്ങോട്ട് തുറന്ന് പോയി അവിടെ ഇരുന്നാൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാം. എന്താ വ്യൂ എന്നറിയാം. ഫുൾ ഗ്ലാസ്സാണ്. കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണി പോകാണ്ട് തന്നെ ആ വ്യൂ കിട്ടുകയും ചെയ്യും. പിന്നെ അവിടെ ഇങ്ങോട്ട് ഇരുന്നാൽ ഫുള്ള് നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് 2 ചെയറും ഒരു ടീപ്പോയും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ചായയൊക്കെ ഇട്ട് നമുക്ക് വൈകുന്നേരവും രാവിലെയൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും കേട്ടോ. എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരുന്നാൽ മതിയാവില്ല. ഭയങ്കര രസമാണ് കാണാൻ. ഇങ്ങനെ മലയുടെ മുകളിൽ ഫുള്ളിങ്ങനെ തട്ടായിട്ടുള്ള മലയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോടമഞ്ഞ് പെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാം. ആ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് കാണാം കേട്ടോ. നല്ല രസമുണ്ട്. രാത്രിയാവും തോറും അവിടുത്തെ ഭംഗി ഇങ്ങനെ കൂടി വരുമായിരുന്നു. എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റുകളൊക്കെ വരുമ്പോഴേ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ്. ആ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറിയ വിളക്കുകൾ പോലെ ഇങ്ങനെ ലൈറ്റും കൂടി കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാനും പിന്നെ കുറേ പ്ലേ ഏരിയ കണ്ടല്ലോ, ഇൻഡോർ പ്ലേ ഏരിയയിലൊക്കെ കുട്ടികളൊക്കെ കളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഡോർ പ്ലേ ഏരിയക്കൊക്കെ പോയി കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ TT ഉണ്ട്, ക്യാരംസ് ഉണ്ട്, അങ്ങനെ കുറേ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. ചെസ് ബോർഡ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയുണ്ട്. കുറേ ഫുട്ബോളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. സൈഡിൽ ഫുള്ള് ഇങ്ങനെ ഒരു പെയിൻ്റൊക്കെ ചെയ്ത് കുറേ പശുവിനെയും ആടിനെയും ഒക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾ കുറച്ച് നേരം ഇങ്ങനെ TTയും ക്യാരംസും ആ ഒരു ഫുട്ബോളുണ്ടല്ലോ തട്ടിക്കളിക്കുന്ന ഫുട്ബോളും ഒക്കെ കളിച്ചു. രസമുണ്ട് കേട്ടോ. ഒക്കെ അത്യാവശ്യം കുറേ സമയം വരെ അത് ഓപ്പൺ ആയിരിക്കുകയാണ്. ഒരു 9:30 വരെയൊക്കെ രാത്രി അത് ഓപ്പൺ ആയിരിക്കും ഇൻഡോർ പ്ലേ ഏരിയയൊക്കെ. അത് കഴിയുമ്പോൾ അവർ പൂട്ടണം കേട്ടോ. 9:30-10 മണിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും പിന്നെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്ലോസ്ഡാണ്. പിന്നെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാമ്പ് ഫയറും ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും. അവിടെ പോയിരുന്നാൽ മ്യൂസിക്കും തീയൊക്കെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. നമ്മൾ ആ ചായയൊക്കെ കുടിക്കുന്ന ഇനി റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് തന്നെ നമുക്ക് ഈ ക്യാമ്പ് ഫയറിൻ്റെ സൈഡിലായിട്ട് ഇരുന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
ക്യാമ്പ് ഫയർ ഇങ്ങനെ കിടുന്നതിനനുസരിച്ച് അവർ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ ആളി കത്തിച്ച് തരുന്നുണ്ട്. അങ്ങനെ ക്യാമ്പ് ഫയറും കൂടി കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ പോയി കിടന്നു. പിന്നെ രാവിലെ നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി എണീറ്റ് കേട്ടോ. ഒരു നേച്ചർ വാക്കൊക്കെ ഉണ്ട്. അതിന് മുന്നേ തന്നെ ഇവിടുന്ന് നല്ലൊരു കിഡിലൻ മസാല ടീ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു ചായയൊക്കെ നമുക്ക് അവിടെ നിന്ന് കുടിക്കാം. ആ ഗാർഡനിലേക്ക് ഇരുന്ന് ഇങ്ങനെ കുടിച്ചിട്ട് നമുക്ക് ട്രക്കിങ്ങിന് പോകാം കേട്ടോ. ട്രക്കിങ് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട്. അതേ സമയത്ത് തന്നെയാണ് രാവിലെ ഒരു 9-9:30 വരെയാണ് ഹോഴ്സ് റൈഡിങ്. ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. രാവിലെ നമുക്ക് ഈ കുതിരകൾ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഒരു 3-4 കുതിര ഉണ്ട്. ആ കുതിരകളുടെ ഏതെങ്കിലും കുതിരകളുടെ മുകളിൽ കയറി ഇരുന്നിട്ട് നമുക്കൊരു റൈഡ് 2 ചുറ്റൊക്കെ അവർ ഫ്രീ ആയിട്ട് തരും. കുറേ സമയം ഔട്ട്ഡോറും കുറേ ദൂരേക്കൊക്കെ പോകണമെങ്കിൽ അത് പെയ്ഡാണ്. ഒരു റൗണ്ട് മാത്രമാണ് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മല കയറാൻ തുടങ്ങി. ട്രക്കിങ്ങിന് പോയിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള വഴിയൊക്കെ എത്തുമ്പോൾ അവരെന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൈയൊക്കെ പിടിച്ച് കയറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഏറ്റവും മുകളിലെത്തി കേട്ടോ. മലയുടെ ഏറ്റവും മുകളിലെത്തും. ഏകദേശം 2.5 കിലോമീറ്ററാണ് അങ്ങോട്ട്, തിരിച്ചും 2.5 കിലോമീറ്റർ. അങ്ങനെ മൊത്തം 5 കിലോമീറ്റർ നമുക്ക് രാവിലെ തന്നെ നല്ല ഒരു മോർണിംഗ് വാക്ക് കിട്ടും. ഇവരുടെ കൂടെ ഉള്ള ഈ ട്രക്കിങ്ങിന് പോയാൽ മതി. നേച്ചർ വാക്ക് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ ആ ലേക്കും ആ ചുറ്റുമുള്ള മലകളും ഒക്കെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് കാണാം കേട്ടോ. ഭയങ്കര അപാര വ്യൂ ആണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ആ വ്യൂ ഒക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കാറ്റും നല്ല ഫ്രഷ് എയറൊക്കെ കുറേ ശ്വസിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഏകദേശം ഒരു 9 മണിയായി. നമ്മൾ 7 മണിക്ക് പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ കേട്ടോ. 9 മണി കഴിഞ്ഞ് നല്ല കിഡിലൻ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് കഴിക്കാം ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട്. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ ഡെസ്റ്റിനി ഫാം റിസോർട്ടിൽ. ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇൻഡോർ പ്ലേ ഏരിയയിലുള്ള കുറേ ഉണ്ട്. പിന്നെ നമുക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റിയ കുറേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഈ ഹോഴ്സ് റൈഡിങ്, ഈ പറഞ്ഞ പോലെ ഈ റോക്ക് ക്ലൈമ്പിങ്, സിപ്പ് ലൈൻ, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, റൂം റേറ്റിൽ ഇൻക്ലൂഡഡ്. പിന്നെ ഫിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ട്രക്കിങ്ങിന് ഞങ്ങളുടെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പട്ടീനെയും കൊണ്ട് ഒരു പെറ്റിനെയും കൊണ്ട് ഒരു ടീം വന്നിരുന്നു. അതിനുള്ള ഫുഡൊക്കെ കൃത്യസമയത്ത് കൊടുക്കണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ദാഹിച്ചെങ്കിലും നമുക്ക് വെള്ളമൊന്നും കൊണ്ടുവരുന്നില്ല. പക്ഷേ പട്ടിക്ക് വേണ്ട ഫുഡൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ആ കെയർ ടേക്കേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫിഷ് ക്യാച്ചിങ് ആക്ടിവിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറേ ഊഞ്ഞാല അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ഈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ താഴേക്ക് നമുക്ക് ആ ലേക്കൊക്കെ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം. പോണ വഴിയൊക്കെ ഫുള്ള് നല്ല ഭംഗിയുള്ള ലോണും പിന്നെ കുറേ വെറൈറ്റി ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ആംബിയൻസുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ ബ്രിഡ്ജ് പോലെ കുറേ കയറാനും ഇറങ്ങാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫോട്ടോ സ്പോട്ട്സാണ് അതൊക്കെ. അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസ് എടുക്കാം. ഇങ്ങനെ 1-2 കുളങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവരുടെ ആ മീനിനെ പിടിക്കുന്ന, മീനിനെ ഫുള്ള് വളർത്തുകയാണ് അതിനകത്ത്. നമുക്ക് ചൂണ്ട തരും കേട്ടോ. ചൂണ്ടയും അതിൽ ബ്രെഡിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ കോർത്തിട്ട് നമുക്ക് ചൂണ്ടയിടാൻ പറ്റും. ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. അതുപോലെ ഒരു കൂട്ടം ആടുകളെ ഇവർ വളർത്തുന്നുണ്ട്. ഒരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ നമുക്ക് കുറച്ച് പുല്ലൊക്കെ നമ്മുടെ കൈ തരും. അപ്പോൾ നമ്മളിങ്ങനെ പുല്ല് കൊടുക്കുമ്പോൾ ഈ ആടുകൾ ഓടി വരെയും കഴിക്കാൻ. അപ്പോൾ ഈ പുല്ലുകളെ നമുക്ക് ഫീഡ് ചെയ്യണതൊക്കെ ഫോട്ടോസും, പുല്ലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ആടിനെ ഫീഡ് ചെയ്യണ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ കുറേ പേർക്ക് പേടിയായിട്ടോ. പുല്ല് കയ്യിലുണ്ടെങ്കിൽ ആടുകൾ ഒന്നായിട്ട് വന്ന് ആക്രമിക്കണ പോലെ ചാടി കയറി കഴിക്കുകയാണേ. പുല്ല് കടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആടുകൾ വരുമ്പോൾ കുറേ കുട്ടികളൊക്കെ പേടിച്ചോടി. പിന്നെ ധൈര്യമുള്ളവർക്കൊക്കെ കൊടുക്കാം. അവരിങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ചാക്കുന്ന പുല്ലെടുത്ത് തരും കേട്ടോ. എന്നിട്ട് നമുക്ക് ആ പുല്ല് വെച്ചിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്താൽ മതി. ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ എടുക്കാം. നല്ല ആടുകളെയൊന്നും വല്ലാതെ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷേ പുല്ല് കഴിക്കാൻ വേണ്ടിയുള്ള ഓരോ ഓട്ടം മാത്രമേ ഇരുന്നു. രോമമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുകയാണ്. കാണുമ്പോൾ ഒരു ചെമ്മരിയാടിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും കാര്യമായിട്ട് രോമമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊരു സ്റ്റേജാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടി പോകുമ്പോൾ എപ്പോഴും ഊട്ടി ടൗണിൽ തന്നെ നിൽക്കാതെ കുറച്ചൊന്ന് അപ്പുറത്തേക്ക്, ഊട്ടിയിൽ നിന്ന് 1/2 മണിക്കൂറുള്ളൂ കേട്ടോ. ഇത് അവലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവലാഞ്ചി ലേക്കാണ് ആ കാണുന്ന ലേക്ക്. ഇതാണ് ഇവർ മീൻ വളർത്തുന്ന കുളം. ഈ കുളത്തിലാണ് നമുക്ക് ചൂണ്ടയിടാൻ അവർ സമ്മതിക്കുന്നത്. എന്നിട്ട് മീനെ പിടിക്കും. ആ പിടിച്ച മീനെ അവർ തന്നെ ആ ഹുക്കുമെന്ന് വേറെടുത്തിട്ട് ആ വെള്ളത്തിൽ തന്നെ എറിയുകയും ചെയ്യും കേട്ടോ. വെറുതെ അതിനെ കൊല്ലണില്ല ഏതായാലും. അങ്ങനെ എല്ലാവരും മീൻ പിടിക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലായി. ചൂണ്ടയിൽ ഒക്കെ മീൻ പിടിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മീൻ കിട്ടി കേട്ടോ. അതോടുകൂടി എല്ലാവർക്കും ഭയങ്കര ത്രില്ലായി. അങ്ങനെ എല്ലാവരും ആക്റ്റീവായിട്ട് മീൻ പിടുത്താൻ തുടങ്ങി കേട്ടോ. അങ്ങനെ റിയും അയ്യൊക്കെ ഫുള്ളിങ്ങനെ ഇപ്പോൾ മീൻ കിട്ടും എന്നുള്ളതിലിങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. ഏതായാലും ഒരുപാട് മീൻ ഞങ്ങൾക്ക് കിട്ടി. 2-3 പേർക്ക് മീൻ കിട്ടി. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. ആ മീനിനെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് മീൻ ഭയങ്കര തുള്ളിച്ചാടി നിൽക്കുന്ന മീനുകൾ കേട്ടോ. നല്ല സൈസും ഉണ്ട്. കട്ട്ല എന്ന് പറഞ്ഞ മീനാണെന്ന് അവർ പറഞ്ഞത്. ആ കട്ട്ല മീനായിരുന്നു. പിന്നെ പിടിച്ച മീനുകളെ കഴിക്കാൻ ഇടുന്നതുകൊണ്ട് പിന്നെ ആ വലിയൊരു സങ്കടമില്ല. ചാവാനാകുമ്പോഴേക്കും ഒന്ന് പെടയാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ വന്നിട്ട് ആ ചൂണ്ടയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. കണ്ടോ മീൻ എല്ലാവരും ഇങ്ങനെ ഫുൾ ആക്റ്റീവായിട്ട് ചൂണ്ടിടലായിരുന്നു. ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ. നമുക്ക് സാധാരണ ഊട്ടി ടൗണിലൊന്നും പോയാൽ ഇതൊന്നും പറ്റില്ല. ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, നമുക്ക് എവിടെ നിന്നും കിട്ടാറില്ല.
ഇങ്ങനെ മീൻ പിടുത്തം, ആടുകൾ, അതൊന്നും സാധാരണ ഊട്ടിയിലങ്ങനെ നമുക്ക് കിട്ടാറില്ലല്ലോ, ഹോട്ടലുകളിലും റിസോർട്ടിലൊക്കെ. കണ്ടോ, നല്ല പെടയ്ക്കുന്ന മീനെ കണ്ടില്ലേ കിട്ടിയത്. അങ്ങനെ മീനുകൾ 2-3 കിട്ടി കേട്ടോ. ആ കിട്ടിയ മീനുകളൊക്കെ ഏതായാലും അയാൾ തന്നെ ആ ഹുക്കുമെന്ന് ഇങ്ങനെ വന്നിട്ട് ആ ചൂണ്ടക്ക് അയാൾ വന്നിട്ട് ആ ചൂണ്ടയിൽ നിന്ന് വേറെടുത്തു. എന്നിട്ട് വേറെടുത്തിട്ട് അയക്കാൻ ഇട്ടു. അങ്ങനെ കുട്ടികൾക്കൊക്കെ കിട്ടി. കണ്ടോ, പിന്നെയും കിട്ടി മീൻ. അങ്ങനെ 2-3 മീനുകളൊക്കെ കിട്ടി. അങ്ങനെ ഫിഷിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ആ ലോണിലൊക്കെ എല്ലാവരും കൂടി കത്തിയടി സെഷനൊക്കെ തുടങ്ങി. എല്ലാവരും കൂടി കസിൻസൊക്കെ കൂടി ഒന്ന് കണ്ടുമുട്ടുന്നത് വല്ലപ്പോഴും ഇങ്ങനെ കൊല്ലത്തിൽ 1-2 ടൂറിനാണ് എല്ലാവരും കൂടി. അപ്പോൾ കുട്ടികളൊക്കെ ഫുൾ എൻജോയ് ചെയ്തു. കുറേ നേരം ഊഞ്ഞാലാടിയും കളിച്ചും ഒക്കെ കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട്. കുറേ കാക്ടസിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് കാക്ടസാണ്. നല്ല രസമുണ്ട് കേട്ടോ, അങ്ങനെ കൂട്ടം കൂടി നിൽക്കണം കാണാൻ. പിന്നെ കുറേ ടൈപ്പ് നെയ് ഫ്ലവറും ലില്ലിയും ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കണ്ടോ കുറേ ടയറുകൾ, ഇങ്ങനെ കുറേ ഒബ്സ്റ്റക്കിൾ ഒക്കെ ഉള്ള പോലെ മറ്റേ ഇങ്ങനെ നടക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടി നടക്കാനൊക്കെ വേണ്ടി കുട്ടികൾക്ക് ഒരു ത്രില്ലാണല്ലോ അതൊക്കെ. കുറേ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ തന്നെ നടക്കാൻ പോകാനും കുറേ സ്ഥലമുണ്ട്. പിന്നെ ചെക്ക് ഔട്ട് ടൈം സാധാരണ 12 മണിയാണെങ്കിലും അവർക്ക് ഇങ്ങനെ ഓരോ അരമണിക്കൂറിൽ അവിടുന്ന് വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ 2 മണിക്ക് നമ്മൾ പോയുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ഇവരുടെ ഈ ട്രക്കിൽ കൊണ്ടുപോകും. നമുക്ക് ആക്ടിവിറ്റീസൊക്കെ പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. 2 മണി 3 മണി വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം. ചെക്കൗട്ട് ടൈം റൂം എന്തായാലും നമ്മൾ 12 മണിയാകുമ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യണം. ഇതാണ് അവരുടെ കുതിരകളെയൊക്കെ ഇട്ട് വെക്കണ ആ സ്ഥലം കേട്ടോ, സ്റ്റേപ്പിൾ ഹൗസ്. കുതിരകളുടെ ആ സ്റ്റേപ്പിൾ ഒരുപാടെണ്ണം ഉണ്ട്. കുറേ കുതിരകളുണ്ട്, 5-6 കുതിരകളുണ്ട്. ഒക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫുഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആ കുതിരകളുടെ ഇതിലൊക്കെ പോയി കുറേ കുതിരകളെയൊക്കെ കണ്ടു. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നടന്നാൽ നമുക്കിങ്ങനെ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ലോണൊക്കെ പോലെ ശരിക്കും സ്റ്റേഡിയമൊക്കെ ഉള്ള പോലെ നല്ല ക്ലീനായിട്ടുള്ള ഗ്രൗണ്ട്. അവിടെയൊക്കെ കുതിരകളിങ്ങനെ മേയാനൊക്കെ വേണ്ടി കെട്ടിയിട്ടിട്ടുമുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കുട്ടികളൊക്കെ എല്ലാവരും കൂടി ക്രിക്കറ്റ്, കുട്ടികൾ മാത്രമൊന്നുമല്ല കുട്ടികളും വലിയവരും ഒക്കെ കൂടി ഒരു മിക്സഡ് ക്രിക്കറ്റ് കളിയൊക്കെ നടത്തിയിട്ടോ. അങ്ങനെ നല്ല ത്രില്ലടിച്ച് കുറേ നേരം 1-2 മണിക്കൂർ അവിടെ നിന്ന് എല്ലാവരും കൂടി ക്രിക്കറ്റൊക്കെ കളിച്ചു. അങ്ങനെ നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞ് ഇവരുടെ ട്രക്കിൽ തന്നെ കയറി തിരിച്ചു പോകാനാണ് പരിപാടി കേട്ടോ. അങ്ങനെയാണെങ്കിൽ രാത്രിയാകുമ്പോഴേക്കും നമുക്ക് മലപ്പുറത്തെത്താം. ഒരു 4 മണിക്കൂറൊക്കെയാണ് അവിടെ നിന്ന് എടുക്കുക. നല്ല ഭംഗിയുള്ള ഗാർഡനാണ് കേട്ടോ. ഈ ചെടിയൊക്കെ കണ്ടില്ലേ, നല്ല ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന പോലെ ഈ സൈഡിലൊക്കെ കട്ട് ചെയ്ത മരങ്ങളുടെ മുകളിലും ബുഷിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാർ ഷേപ്ഡ് ലീഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പോണ വഴി നല്ല ഹൈദരാബാദി ബിരിയാണി ഹൗസിൽ കയറി നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിച്ചു. ഊട്ടിയിൽ പിന്നെ എപ്പോൾ വന്നാലും ഒഴിവാക്കാത്തൊരു സാധനമാണ് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഹൗസിലെ നല്ല കിഡിലൻ ഹൈദരാബാദി ബിരിയാണി. മട്ടൻ ബിരിയാണിയാണ് കേട്ടോ അവിടെ കൂടുതൽ സൂപ്പർ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ഈ ഊട്ടി യാത്ര അവസാനിപ്പിച്ചു.